ഹായ്, എസ്.എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഗേൾസ് സൈക്കോളജിയാണ്. ഒരു മൂന്നാല് സൈക്കോളജി പറയുന്നുണ്ട്. ഇത് റിലേഷൻഷിപ്പിലുള്ള ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെയല്ല പ്രണയിക്കാൻ പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഗേൾസ് സൈക്കോളജി അറിയുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ സൈക്കോളജി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പൊതുവെ ഇപ്പോൾ ബോയ്സ് മീൻസ് അവർ പെൺകുട്ടികൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ എന്തൊരു കാര്യവും വിഷമത്തോടു കൂടി ഇമോഷണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ പെൺകുട്ടി ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. എപ്പോഴും മനസ്സിൽ ആ ഒരു കാര്യം ഉണ്ടായിരിക്കും. അയാൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, മീൻസ് ഇത്രയും ഇമോഷണലായിട്ട് ഈ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നു എന്നുള്ള ആ ഒരു സംഭവം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അത് ഒരു കാരണവശാലും അവർ മറക്കില്ല, എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും മറക്കില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യം ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടാവും. ഇതൊക്കെ നല്ല പെൺകുട്ടികൾ, മീൻസ് നന്നായി നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ള പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയണത്. അതല്ലാതെ ചുമ്മാ പ്രണയം നടിക്കുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരിത് ഓർത്തു വെക്കില്ല. ഇപ്പം നിങ്ങൾ വിഷമത്തോടെ ഇരിക്കുകയാണ്, നിങ്ങൾ ഒത്തിരി ഇമോഷണലായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും അവരത് മൈൻഡ് ചെയ്യില്ല, അത് അപ്പം തന്നെ വിട്ടുകളയും, പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കൊന്നുമില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ റിയൽ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എത്ര കാലം കഴിഞ്ഞാലും മറക്കില്ല. അതേപോലെ തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും നിങ്ങളെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഗേൾ സൈക്കോളജി എന്ന് പറയുന്നത്. യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ പറയുന്ന ഇമോഷണലായിട്ട് തുറന്നു പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇവർ വളരെ പെട്ടെന്ന് മറന്നു കളയുന്ന രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ കളയുന്ന ആളുകളായിരിക്കില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു സൈക്കോളജി എന്ന് പറയുകയാണെങ്കിൽ, ഒരു 70% പെൺകുട്ടികൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം, ഇമോഷൻസും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെ, ഇപ്പൊ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവരത് കൂടുതൽ കാണിക്കുന്നുണ്ടാവുക സൈലൻസിലൂടെ ആയിരിക്കും, സൈലന്റ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് അവരെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കണ്ടാവും, ഒന്നും സംസാരിക്കില്ല. നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിലും ആളൊന്നും സംസാരിക്കില്ല, മുഖം ചിലപ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ട് ചട്ടി പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവർ സംസാരിക്കില്ല എന്നുള്ളതാണ്. ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ആ ഒരു സൈലൻസിലൂടെ യുദ്ധം കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കില്ലേ. അതായത് സൈലൻസ് ആണ് അവരുടെ വെപ്പൺ എന്ന് പറയുന്നത്. മീൻസ് ഗേൾസിന്റെ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ആയുധം എപ്പോഴും ഒരു ഇങ്ങനെ സൈലന്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. കൂടുതൽ സംസാരിച്ച് വഴക്കുകൾ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കില്ല, പകരം സൈലന്റ് ആയിരുന്നിട്ട് തന്റെ ആ ഒരു വിഷമവും ദേഷ്യം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീർക്കുക, അതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കും പെൺകുട്ടികൾ പൊതുവെ എല്ലാവരും. ഇനി മൂന്നാമത്തെ ഒരു സൈക്കോളജി പറയുകയാണെങ്കിൽ, പെൺകുട്ടികൾക്ക് എപ്പോഴും കൂടുതലായിട്ട് അട്രാക്ഷൻ തോന്നുന്നത് അവരെ കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യുന്ന, വലിയ രീതിയിലൊന്നും മൈൻഡ് ചെയ്യാത്ത ആൺകുട്ടികളോടാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് ഞാൻ മനസ്സിലാവും. ബാക്കിയുള്ള പയ്യന്മാരൊക്കെ ഈ ഒരു പെൺകുട്ടിയെ എപ്പോഴും നോക്കുന്നുണ്ട്, അപ്രിസിയേഷൻസ് നൽകുന്നുണ്ട്, അങ്ങനെ കുറെ സംസാരിക്കുന്ന കാര്യങ്ങളുടെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാത്രം അങ്ങനെ ചെയ്യുന്നില്ല. കാണുന്നുണ്ടോന്ന് വെച്ചാൽ കാണുന്നുണ്ട്, പക്ഷെ വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം അവർക്ക് തോന്നുന്നുള്ളതാണ്. അവരുടെ പുറകെ പോകുന്നവരെ പൊതുവെ പെൺകുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നേരെ മറിച്ച് അവരെ ചെറുതായിട്ടൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്ന, എപ്പോഴും അത്യാവശ്യം തിരക്കൊക്കെ ആയിരിക്കുന്ന, വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാത്ത, പുറകെ പോവാത്ത ആളുകളോടാണ് എപ്പോഴും പെൺകുട്ടികൾക്ക് ഇഷ്ടം തോന്നാറുള്ളത്. അങ്ങനെയുള്ളവരെയാണ് ഇവർ കൂടുതൽ പ്രണയിക്കാറുള്ളത്. അറിയാതെ തന്നെ മനസ്സിൻ്റെ ഉള്ള ഒരു അട്രാക്ഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും പുറകെ പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നല്ലതല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വില നൽകില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ സ്നേഹിക്കാൻ അവർ ഒന്നുകൂടി ചിന്തിക്കും, സ്നേഹിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ പുറകെ പോകുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തിയേക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് കുറേ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അതേപോലെ ഈ മിറർ ടെക്നിക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്, അതേപോലെ അങ്ങോട്ട് അടിച്ചെടുക്കുന്ന സ്വഭാവം ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം ഇവരിങ്ങനെ കൈകൊണ്ട് ഹെയർ ഒക്കെ ഇങ്ങനെ മാറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ പറയുന്ന എന്തെങ്കിലും വേർഡ്സ് ഒക്കെ കുറച്ചുകൂടി നല്ല വേർഡ്സ് പറയാൻ കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള നല്ല വേർഡ്സ് ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾ കോപ്പി ചെയ്യാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അത് ഭയങ്കര ഇഷ്ടമാവും എന്നുള്ളതാണ്. ഇവരത് പെട്ടെന്ന് നോട്ട് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ, ഞാൻ പറയുന്ന വേർഡ്സ് ഒക്കെ ആണല്ലോ ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെയാണല്ലോ ചെയ്യാറുള്ളത്. അങ്ങനെ പെട്ടെന്ന് അവരത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവർ കമ്പയർ ചെയ്യും, ഇവരെയും നിങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യാം. അങ്ങനെ പിന്നെ നിങ്ങളോട് ഒരു വല്ലാത്തൊരു ഇഷ്ടം ഇവർക്ക് തോന്നുന്നുള്ളത്. ബിക്കോസ് ഇവരുടെ കുറേ സ്വഭാവങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടം തോന്നും. അപ്പോൾ പെൺകുട്ടികൾക്ക് പൊതുവെ അവരുടെ ചില സ്വഭാവങ്ങളൊക്കെ അതേപോലെ കോപ്പി ചെയ്യുന്ന പയ്യന്മാരോട് പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട്. അങ്ങനെയുള്ളവരോട് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ ഇവർക്ക് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതൊക്കെ ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നു. കാരണം പൊതുവെ ഇപ്പം എല്ലാവർക്കും ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഒക്കെ സൈക്കോളജി അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹം
അതുകൊണ്ടായിരിക്കും അങ്ങനെ അറിയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഈ സൈക്കോളജി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കുറേ വീഡിയോസ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശ ധാരണയൊക്കെ ഇന്നത്തെ ജനറേഷനിലുള്ള മിക്ക ആളുകൾക്കും ഉണ്ട്. ഇങ്ങനെ ഗേൾസിന്റെ സൈക്കോളജി ആയാലും ബോയ്സിന്റെ സൈക്കോളജി ആയാലും എങ്ങനെ പെരുമാറണം, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. എന്നാലും കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ സൈക്കോളജീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ചുകൂടി ഗേൾസിന്റെ സൈക്കോളജി അല്ലെങ്കിൽ ബോയ്സിന്റെ സൈക്കോളജി ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ടറൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്